ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ മുമ്പിൽ കാണുന്ന രണ്ട് ടെലഗ്രാം അക്കൗണ്ടുകളും രണ്ടും ഇക്വിറ്റിയബിസ് എന്ന പേരിലുള്ളതാണ്. രണ്ടും നമ്മുടെ സെയിം എംപ്ലോയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ആണ്, രണ്ടും ഫേക്ക് ആണ് എന്ന കാര്യം നിങ്ങളോട് എടുത്തു പറയും. അവത്തിൽ ഒരു അക്കൗണ്ടിൽ സ്മാർട്ട് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ലിങ്ക് ആണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് യൂട്യൂബിൽ എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഞാൻ എടുത്ത് പറഞ്ഞു, ഇക്വിറ്റിയബിസ് എന്ന പേരിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ടെലഗ്രാം അക്കൗണ്ടും ഇല്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. നിങ്ങൾ വഞ്ചിതരാകാൻ പാടില്ല, നിങ്ങൾ ചതിക്കപ്പെടാൻ പാടില്ല എന്നുള്ള കാര്യം എടുത്തു പറയും. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് മാർക്കറ്റ് വല്ലാതെ താഴത്തേക്ക് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മുടെ വീഡിയോയുടെ ഹെഡിങ് ഇതേനാണ്, മാർക്കറ്റ് എങ്ങോട്ട്, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മുടെ വീഡിയോയുടെ ഹെഡിങ്. നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തുകൊണ്ടാണ് മാർക്കറ്റ് താഴെ പോയത്? നിങ്ങൾ മനസ്സിലാക്കണം, 2022 ഡിസംബർ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് കയറ്റത്തിലായിരുന്നു. മാർക്കറ്റ് കണ്ടിന്യൂസ് അപ് ട്രെൻഡ് ആയിരുന്നു. വല്ലപ്പോഴും മാത്രമേ ഈ കറക്ഷൻസ് വന്നിട്ടുള്ളൂ. ഈ കറക്ഷൻസ് ഒന്നും നേരെ സ്റ്റേബിൾ ആയിട്ട് നിന്നുമില്ല. ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് ട്രെൻഡ് ചെയ്ത് പോയി മാർക്കറ്റിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, 2023 ഏത് ക്വാർട്ടർ നിങ്ങൾ എടുത്തു നോക്കിയാലും ബേസ്, ദാറ്റ് മീൻസ് ഓരോ ക്വാർട്ടർ റിസൾട്ടിൽ വരുന്ന ബേസ് വളരെ ഹ്യൂജായിട്ട് എസ്കലേറ്റ് ചെയ്തു. ഇപ്പം 2022 നോക്കാൻ നേരത്തെ 2023 ഹ്യൂജ് ബേസ് ഓരോ ക്വാർട്ടറിലും ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതനുസരിച്ചുള്ള ഡിമാൻഡ് സ്റ്റോക്കിൽ വരും. ഡിമാൻഡ് സ്റ്റോക്ക് വരുമ്പം സ്റ്റോക്കുകളുടെ പ്രൈസ് കൂടും. സ്റ്റോക്കുകളുടെ പ്രൈസ് കൂടുമ്പോൾ വാല്യുവേഷൻ കൂടും. സ്റ്റോക്കിന്റെ ബേസിക്കലി PE വാല്യൂ ആണ്. നമ്മൾ വാല്യുവേഷൻ ബേസിക്കലി നമ്മൾ PE വാല്യൂ ആണ് നമ്മൾ ബേസിക്കലി വർക്ക്ഔട്ട് ചെയ്യുന്നത്. PE വാല്യൂ ഭയങ്കരമായിട്ട് കൂടും ശരിക്കും. സോ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, 2023 ഏത് ക്വാർട്ടർ റിസൾട്ട് എടുത്ത് നോക്കിയാലും ഓരോ ക്വാർട്ടർ റിസൾട്ടും വന്ന എന്താ പറയണ്ടേ റിസൾട്ട്സ്, ബേസ് എന്ന് പറയുന്ന റിസൾട്ട് എന്നുള്ള രീതിയിൽ എത്താൻ മതി. ബേസ് വാസ് ഫെൻറ്റാസ്റ്റിക് ആയിരുന്നു. അത് ഭയങ്കര ഹ്യൂജായിട്ടുള്ള വ്യത്യാസം കൊടുത്തു 2022 ബേസുമായിട്ട് നല്ല ശതമാനം കമ്പനികളിൽ. സോ ഇൻ ആൻഡ് ആവറേജ് നമ്മൾ എടുത്തു നോക്കാമെങ്കിൽ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും പ്രത്യേകിച്ച് ഹ്യൂജ് ബേസ് ഡെവലപ്പ് ചെയ്തിട്ട് ഒരുമാതിരിപ്പെട്ട നല്ല സ്റ്റോക്കിലൊക്കെ കണ്ടമാനമായിട്ടുള്ള ബൈ വരികയും ചെയ്തു. ഇതിനോടൊപ്പം തന്നെ സ്റ്റോക്കിലെ വാല്യുവേഷൻ വല്ലാതെ സ്ട്രെച്ചഡായിട്ട് കയറിപ്പോവുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള കറക്ഷൻസ് ഒക്കെ വളരെ ചെറുതായിട്ടേ വന്നിട്ടുള്ളൂ. ഒരു ഡീപ്പർ കറക്ഷൻസ് ഒന്നും വന്നിട്ടില്ലെന്ന് വേണം പറയാൻ സാധിക്കും. മേ ബി 2 ആഴ്ച, മേ ബി 3 ആഴ്ചയൊക്കെ വന്നതിന് ശേഷം തിരിച്ചതിനേക്കാൾ സ്പീഡിൽ കയറിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വലിയ ബേസ് സെക്ടർ ഡെവലപ്പ് ചെയ്താലും സ്റ്റോക്ക് ഡെവലപ്പ് ചെയ്യാതാലും ഈ ബേസിനെ കവച്ചു വയ്ക്കുന്ന പെർഫോമൻസ് YoYയിൽ, ദാറ്റ് മീൻസ് ഇയർ ഓൺ ഇയർ അനാലിസിസിൽ വന്നാൽ മാത്രമേ പുതിയ ബേസിന് സ്ട്രെങ്ത് ഉണ്ടാകത്തുള്ളൂ. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം, ശരിയല്ലേ? ഇപ്പം നമ്മളതിനടുത്ത് നോക്കിയപ്പോൾ നമ്മൾക്ക് ഒരു 100ൽ ഒരു 60 മാർക്ക് മേടിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കൂട്ടുക. പെട്ടെന്ന് ഒരു എക്സാമിനേഷന് നമ്മൾ 60ൽ നിന്ന് നമുക്കൊരു 80 മാർക്ക് കിട്ടി. അപ്പോൾ ആൾക്കാരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും, ടീച്ചേഴ്സ് അപ്രീഷിയേറ്റ് ചെയ്യും, നമ്മുടെ വീട്ടുകാർ അപ്രീഷിയേറ്റ് ചെയ്യും. അടുത്ത പ്രാവശ്യം നമ്മൾ 80 നിന്ന് 90 ആക്കി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അപ്രീസിയേഷൻ വന്നു. അടുത്ത എക്സാമിന് 90 ഒക്കെ ആകുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കും. 90 നിന്ന് വീണ്ടും നമ്മളൊരു 50ലേക്കോ 60ലേക്കോ പോയി കഴിയുമ്പം വല്ലാത്തൊരു ഡിസപ്പോയിൻമെൻറ്റ് വരും, അല്ലേ? ഇതിനാണ് മാർക്കറ്റ് സംഭവിച്ചത്. ഈ Q2 റിസൾട്ട് വളരെ വീക്കാവുന്നുള്ള കാര്യം Q2 റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റിന് അറിയാവുന്ന കാര്യമാണ്. എൻ്റെ പല പാസ്റ്റ് വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഞാൻ സ്ട്രെച്ച്ഡ് മാർക്കറ്റിനെ കുറിച്ച് ഞാൻ കണ്ടമാനം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് വല്ലാതെ സ്ട്രെച്ച് ആണെന്നുള്ള കാര്യം പല വീഡിയോയിൽ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ Q2 റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ 2 കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. ഒന്ന്, പെർഫോമൻസ് അതേ രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം വലിയൊരു ബേസാണ് കഴിഞ്ഞ കൊല്ലത്തെ Q2 ഉണ്ടാക്കിയിരിക്കുന്നത്. 2023 സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ കവച്ചു വെച്ചുള്ള ബേസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത്ര ഇറ്റ് ഈസ് നോട്ട് ഒരു സില്ലി മാറ്റർ ഒന്നുമല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് റിസൾട്ട് വന്നപ്പം
നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ റിസൾട്ട്സ് പാർട്ട് ഒരു പരിധിവരെ വളരെ പാൽക്രി ആയിപ്പോയി, വളരെ മോശം റിസൾട്ട് ആയിപ്പോയി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വാല്യുവേഷൻ കറക്ഷൻ വരും. അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് മാർക്കറ്റിൽ. വാല്യുവേഷൻ കറക്ഷൻ പറഞ്ഞാൽ എന്ത് വേണം? സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴെ പോകണം. സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഹോൾ മാർക്കറ്റ് താഴെ പോകും നാച്ചുറലി. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് മാർക്കറ്റിൽ. നമ്മൾ ഈ കാര്യങ്ങളെ മുൻകൂട്ടി അറിയുക, മുൻകൂട്ടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ സ്റ്റോക്കുകളും താഴെ വീണോ? ഒരിക്കലും താഴെ വീണിട്ടില്ല. ഇപ്പോഴും സൂപ്പർബായിട്ട് ട്രെൻഡ് ചെയ്യുന്ന പല സ്റ്റോക്കുകളുമുണ്ട്. നിങ്ങൾ ഒക്ടോബർ 16 എൻ്റെ വീഡിയോ നിങ്ങൾ എടുത്തു നോക്കൂ. ഇക്വിറ്റി ഫിക്സിലെ ഈ 2 സ്റ്റോക്ക് റിസൾട്ടുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ട്. ആദ്യത്തെ സ്റ്റോക്ക് റിസൾട്ട് അനൂപ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. അന്നത്തെ വീഡിയോയിൽ 2735 അനൂപ് എഞ്ചിനീയറിംഗ് 3670 സംതിങ് അറൌണ്ട് 40% റിട്ടേൺ കൊടുത്തു ഓവർ എ പീരീഡ് ഓഫ് 3 വീക്സ് ബിക്കോസ് ഓഫ് റിസൾട്ട് ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട്. റിസൾട്ടിനോടൊപ്പം തന്നെ വേറെ പല പല കാര്യങ്ങളുണ്ട്. റിസൾട്ട് എന്ന് പറഞ്ഞത് ജനറലായിട്ട് ഞാൻ പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും മാർക്കറ്റ് വല്ലാതെ സ്ട്രെച്ച്ഡ് ആവുന്ന സമയത്ത് നമ്മൾ ആദ്യം ബേസ് ആണ് നോക്കേണ്ടത്. കഴിഞ്ഞ ബേസിനെ സപ്പോർട്ട് ചെയ്യുന്ന ബേസിക്കലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധ്യതയില്ലെങ്കിൽ നമ്മൾ കഴിവതും അങ്ങനത്തെ ബേസുള്ള കമ്പനി തപ്പിപ്പോവുക, അല്ലെങ്കിൽ നമ്മൾ കഴിവതും നമ്മുടെ പൊസിഷൻസ് നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പം മാർക്കറ്റിൽ എല്ലാവരും പറയുന്നുണ്ട് ചൈന സ്റ്റിമുലസ് വന്നുകൊണ്ടാണ് FIs ഇന്ത്യൻ മാർക്കറ്റ് വിട്ട് ചൈനയിലേക്ക് പോയെന്ന് പറയുന്നുണ്ട്. പക്ഷേ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അനാലിസിസ് എന്താണെന്ന് വെച്ചാൽ കമ്പനികൾ ചൈനയിലേക്കല്ല പോയിരിക്കുന്നത്. നല്ല സോന കമ്പനി US-ലേക്കാണ് തിരിച്ചു പോയിരിക്കുന്നത്. നിങ്ങൾ US-ൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, കഴിഞ്ഞ ഒരു മാസമായിട്ട് അല്ല 1.5 മാസമായിട്ട് നമ്മുടെ നിഫ്റ്റി വാസ് ഡൗൺ ബൈ സംതിങ് അറൌണ്ട് 10% ഡൗൺ ആയി കഴിഞ്ഞു. നിഫ്റ്റി 10% ഡൗൺ ആയപ്പോൾ എന്താ സംഭവിച്ചത്? US-ലെ മാർക്കറ്റിലെ സംതിങ് അറൌണ്ട് 10% കയറി കഴിഞ്ഞു. ഡൗ ജോൺസ് എടുത്താലും S&P എടുത്താലും നാസ്ഡാക്ക് എടുത്താലും ഒരു 10% അപ്രീസിയേഷൻ ആണ് വരാൻ കാര്യം എന്താണ്? ഇവിടുത്തെ കാശ് ഇവിടുന്ന് FIs എടുക്കാൻ നേരത്ത് ഈ മാർക്കറ്റ് താഴെക്കും, അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്ത് എന്താ സംഭവിക്കുന്നത്? ആ മാർക്കറ്റ് കയറും. അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അതാണ് മാർക്കറ്റിൽ നടക്കുന്ന കാര്യം എന്നുള്ളതാണ് എൻ്റെ അസംപ്ഷൻ. ശരിക്കും ഐ മേ ബി റൈറ്റ്, ഐ മേ ബി റോങ്. മാർക്കറ്റ് കറക്ഷൻ വന്നപ്പോഴത്തേക്കും നിങ്ങൾ ലാർജ് ക്യാപ്പ് എടുത്താൽ ലാർജ് ക്യാപ്പിൻ്റെ ആവറേജ് വാല്യുവേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലാർജ് ക്യാപ്പിൻ്റെ ഹിസ്റ്റോറിക് വാല്യുവേഷനോട് ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു. അതേസമയം മിഡ് ക്യാപ്പ് ആണെങ്കിലും സ്മോൾ ക്യാപ്പ് ആണെങ്കിലും ഇപ്പോഴും വാല്യുവേഷൻ റിച്ച് ആണ്. പല പോക്കറ്റ്സിലും മേ ബി 20%, മേ ബി 30% ഒക്കെ വാല്യുവേഷൻ റിച്ച് ആയിട്ട് കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴും മാർക്കറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് ഓൾറെഡി ഒരു ബോട്ടം എത്തിക്കഴിയുവാണെങ്കിൽ, മാർക്കറ്റ് ബോട്ടം എത്തിയെന്ന് നോബഡി ക്യാൻ പ്രെഡിക്റ്റ്. ബോട്ടം എത്തി തിരിച്ചൊരു ഡബിൾ പാറ്റേൺ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ മാർക്കറ്റ് ബോട്ടം എത്തി എന്നുള്ള കാര്യം. സോ ബോട്ടം എത്തിയെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം EPS ഡൗൺ ഗ്രേഡ്സ് വന്നിട്ട്, എൻസ് പെർ ഷെയർ ഡൗൺ ഗ്രേഡ്സ് വന്നിട്ട് സംതിങ് അറൌണ്ട് 4-6% ഡൗൺ ഗ്രേഡ്സ് ആണ് ഓൾറെഡി വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാല്യുവേഷൻ റിസൾട്ട് മോശമായതിൻ്റെ പുറത്ത് വാല്യുവേഷൻ താഴെ പോയി, അതിൻ്റെ പുറത്ത് ഡൗൺ ഗ്രേഡ്സ് ആണ് EPS-ൽ സംഭവിച്ചിരിക്കുന്നത് 4-6%. പെട്ടെന്ന് ഒരു കയറ്റം ഞാൻ വ്യക്തിപരമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. കാര്യം വെച്ചാൽ മാർക്കറ്റ് കയറുകയാണെങ്കിൽ വലിയൊരു സ്റ്റിമുലസ്, വലിയൊരു സപ്പോർട്ട് ആവശ്യമുണ്ട്. ആ ഒരു സപ്പോർട്ടിലല്ല നമ്മളിപ്പോൾ കിടക്കുന്നത്. കാര്യം റുപ്പി വീക്കാണ്, റുപ്പി വളരെ വീക്കാണ്. ബോണ്ട് മാർക്കറ്റ് US-ലെ ബോണ്ട് മാർക്കറ്റ് ട്രെൻഡിലാണ്. മൂന്നാമത്തെ കാര്യം ഗോൾഡ് ട്രെൻഡിലാണ്, സിൽവർ ട്രെൻഡിലാണ്. ഇങ്ങനെ അതർ അസറ്റ് ക്ലാസ് ട്രെൻഡിലാകുമ്പം ആൾക്കാർ $1 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെ അസറ്റ് ക്ലാസ്സിനെ ചേസ് ചെയ്ത് പോകും. ഇവിടെ വന്ന് ഈ മാർക്കറ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള പൈസ മുടക്കുന്ന $1 ബില്യൺ മുടക്കുന്ന ആൾക്കാർ വന്നാൽ മാത്രമേ മാർക്കറ്റ് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ നോർമലി കഴിഞ്ഞ ഒരു 2 കൊല്ലമായിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ DAS-ലേക്കുള്ള SIP ഇൻഫ്ലോ സൂപ്പർബാണെന്നൊക്കെ. പക്ഷേ സൂപ്പർബായിട്ട് പോലും എന്തുകൊണ്ട് മാർക്കറ്റ് താഴെ പോയി? കഴിഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ഇൻഫ്ലോസ് ആണ് SIP സംഭവിക്കുന്നത്. എന്നിട്ട് പോലും മാർക്കറ്റ് 10% താഴെ പോയി എന്ന് പറയുമ്പോൾ മാർക്കറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കറക്ഷനാണ് അത് കാണിക്കുന്നത് ശരിക്കും. അപ്പോൾ SIP ഇൻഫ്ലോ വന്നുകൊണ്ട് മാത്രം മാർക്കറ്റ് കയറി പോകത്തില്ല. മാർക്കറ്റ് കയറി പോകണമെങ്കിൽ പെർഫോമൻസ് ബെറ്റർ ആയിരിക്കണം. ആ പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള എൻവയറമെൻറ്റ് ഫാക്ടേഴ്സ് സപ്പോർട്ടീവ് ആയിരിക്കണം. ഇപ്പോഴും നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയുള്ള ഇൻഫ്ലേഷൻ ഡേറ്റ നിങ്ങൾ കണ്ടു കാണില്ലേ? ഇൻഫ്ലേഷൻ ഇപ്പോഴും കൂടി നിൽക്കുകയാണ്. നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഡിസംബറിൽ ഒരു പക്ഷേ ഇൻട്രസ്റ്റ് കുറയ്ക്കുമെന്ന്. പക്ഷേ ഇൻഫ്ലേഷൻ കൂടി എന്നുള്ള ഡേറ്റ വന്നതോടുകൂടി ഡിസംബറിൽ ഇൻട്രസ്റ്റ് കുറയാനുള്ള സാധ്യതകൾ ശരിക്കും പറഞ്ഞാൽ കണ്ടമാനം കുറഞ്ഞു എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്ന? മാർക്കറ്റിലേക്കുള്ള മണി വരവ് വീണ്ടും കുറഞ്ഞിരിക്കും. എസ്പെഷ്യലി ഡിസംബറിൽ ഒരു പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞില്ല എങ്കിൽ. കാര്യം കുറയാനുള്ള സാധ്യതയാണ് ഇൻഫ്ലേഷൻ കൂടിയോടുകൂടി മങ്ങിപ്പോയത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ കാര്യം എന്താ പറയണ്ടേ, ഹോൾ നോർത്ത് ഇന്ത്യയിലെ അല്ലെ റൂറൽ മാർക്കറ്റിൽ GDP എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? നമ്മളിപ്പോൾ വലിയൊരു ബിഡിങ് സീസണിൽ നമ്മൾ നിൽക്കുകയാണ്. ബിഡിങ് സീസണിൽ വലിയൊരു സപ്പോർട്ട് റൂറൽ മാർക്കറ്റിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ പരമായിട്ടുള്ള വിശ്വാസം എന്ന് വെച്ചാൽ ഈ കറണ്ട് വോളറ്റിലിറ്റി, നമ്മൾ കാണുന്ന വോളറ്റിലിറ്റി എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു
ഒരു പക്ഷേ Q3 റിസൾട്ട് വരെ പോയേക്കാം. Q3 റിസൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബൈ ജാനുവരി ഒരു 10-15 കൂടി Q3 റിസൾട്ട് സ്റ്റാർട്ട് ചെയ്യും. Q3 റിസൾട്ടാണ് അടുത്ത ട്രജക്ടറി എന്താണ് തീരുമാനിക്കുന്നത്. Q3 റിസൾട്ടിലും ശരിക്കും പറഞ്ഞാൽ ഒരു കയറ്റം കമ്പനികൾ കാണിച്ചില്ലെങ്കിൽ വീണ്ടും മാർക്കറ്റ് പ്രഷർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ മേ ബി റൈറ്റ്, ഐ മേ ബി റോങ്. അത് കാലം തീരുമാനിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഏറ്റവും വലിയ കാര്യം. എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യം, ഏറ്റവും ക്വാളിറ്റിയുള്ള സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിന് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് വേണ്ടത് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിരിക്കണം, OPM എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം, OPM ഗ്രോത്ത് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ബേസിൽ നമുക്ക് EPS ഗ്രോത്ത് ഉണ്ടായിരിക്കും. ഒരിക്കലും EPS ഗ്രോത്ത് അതർ ഇൻകം കൊണ്ട് ഉണ്ടാകാൻ പാടില്ല. നമുക്ക് എർണിങ്സ് പെർ ഷെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത് ബേസിക് ആയിട്ടുള്ള പെർഫോമൻസിൻ്റെ ബേസിലുണ്ടാകണം. ഒന്നാമത്തെ കാര്യം അത് YOYയിലും ഉണ്ടാകണം, ക്വാർട്ടർ ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം H2 പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളുണ്ട്. H2 മീൻസ് സെക്കൻഡ് ഹാഫ് മീൻസ് ഏപ്രിൽ മുതലുള്ള 6 മാസം ആദ്യത്തെ ഹാഫാണ്, അത് കഴിഞ്ഞുള്ള 6 മാസം സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിൽ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് ആ സ്റ്റോക്കുകളുടെ പെർഫോമൻസിനെ കുറിച്ചൊന്ന് പഠിക്കുക, ആ സ്റ്റോക്കുകളുടെ കറന്റ് റിസൾട്ടിനെ കുറിച്ചൊന്ന് പഠിക്കുക, ആ സ്റ്റോക്കുകളുടെ വാല്യുവേഷനെ കുറിച്ച് പഠിക്കുക. മൂന്നാമത്തെ കാര്യം ഇങ്ങനത്തെ സ്റ്റോക്കുകളിലെ ഡിമാൻഡിനെ കുറിച്ച് പഠിക്കുക. എന്തുമാത്രം ഓർഡർ കയ്യിലുണ്ട്, ഈ കമ്പനികളുടെ ഓർഡർ എക്സിക്യൂഷൻ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കുക. ഓർഡർ എന്തുമാത്രം കയ്യിലുണ്ട്, ഈ ഓർഡർ എത്ര നാളിലും കമ്പനി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ പഠിക്കുക. ഇതൊക്കെ കമ്പനി ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ കിട്ടുന്ന കാര്യമാണ്. അതിനുശേഷം കമ്പനിയുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റി പോലെ നിങ്ങൾക്ക് കമ്പനിയുടെ ഗൈഡൻസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അറ്റ്ലീസ്റ്റ് ഐ ക്യാൻ ടെൽ യു അറ്റ്ലീസ്റ്റ് ഒരു 5 കമ്പനിയെങ്കിലും ഈ Q2 റിസൾട്ട് വന്നതിന് ശേഷം എന്താ പറയേണ്ട മാനേജ്മെൻറ്റ് ഗൈഡൻസ് ഉയർത്ത കമ്പനികളുണ്ട് സ്മോൾ ക്യാപ്പിൽ. നിങ്ങൾക്ക് ആ കമ്പനികൾ തീർച്ചയായും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇങ്ങനെ ഗൈഡൻസ് ഉയർത്തിയ കമ്പനികളെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അല്ലെ ഗൈഡൻസ് സ്റ്റേബിളായിട്ട് നിർത്തിയ കമ്പനികളെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് കമൻട്രി പോലെ മാനേജ്മെൻറ്റ് കമൻട്രിയിൽ സംതിങ് അറൗണ്ട് 18-20 പേജ് മാനേജ്മെൻറ്റ് കമൻട്രിയുടെ ഡിസ്ക്രിപ്ഷൻ കിട്ടും. ഒന്നിലെ കമൻട്രി കേൾക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ട്രാൻസ്ക്രിപ്റ്റ് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ചോദ്യം ഉത്തരങ്ങൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എവിടെയൊക്കെ മാനേജ്മെൻറ്റ് ഒരു കൂടുതലായിട്ടുള്ള എന്താ പറയേണ്ടത് പ്രതീക്ഷ പുലർത്തുന്നു. ബിക്കോസ് ഓഫ് ബേസ്ഡ് ഓൺ പാസ്റ്റ് പെർഫോമൻസ്, Q2 പെർഫോമൻസ്, Q1 പെർഫോമൻസ്, അല്ലെങ്കിൽ പാസ്റ്റ് 6 month പെർഫോമൻസ്. എവിടെയൊക്കെ കമ്പനികൾ ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ് ഉയർത്താൻ ശ്രമിക്കുന്നു ബിക്കോസ് ഓഫ് ഹ്യൂജ് ഓർഡറിൻ്റെ പുറത്ത് എവിടെയൊക്കെ കമ്പനികൾ ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ് ഉയർത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനത്തെ കമ്പനികളിൽ അങ്ങനത്തെ കമ്പനികളിലെ വാല്യുവേഷൻ ശ്രദ്ധിക്കുക. ഈ വാല്യുവേഷൻ എന്ന് പറയുന്നത് അത് ഹ്യൂജിലി റിച്ച് ആൻ പാടില്ല. സ്ലൈറ്റൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വാല്യുവേഷൻ നാച്ചുറലാണ്, അതൊക്കെ വരാൻ സാധിക്കും. കാരണം ഡിമാൻഡിങ് കമ്പനീസിന് എപ്പോഴും വാല്യുവേഷൻ സ്ലൈറ്റ് കൂടി കിടക്കും. പക്ഷേ ഇങ്ങനത്തെ കമ്പനികളിൽ ഒരു പരിധി വിടാതുള്ള വാല്യുവേഷൻ ആണെങ്കിൽ ഇങ്ങനത്തെ കമ്പനികളുടെ ടെക്നിക്കൽ സൈഡിലേക്ക് നിങ്ങൾ പോവുക. ആ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ബേസിൽ 2 കാര്യങ്ങളുണ്ട്, എക്സ്പാൻഷനുണ്ട്, കോൺട്രാക്ഷനുണ്ട്. എക്സ്പാൻഡ് ചെയ്യുമ്പം നിങ്ങൾ കഴിവതും സ്റ്റോക്ക് മേടിക്കാതിരിക്കുക, അല്ലെങ്കിൽ എക്സ്പാൻഷൻ്റെ തുടക്കത്തിൽ മാത്രം മേടിക്കുക. ഇങ്ങനത്തെ സ്റ്റോക്കിൽ കോൺട്രാക്ഷൻ വരുമ്പം ഈ കോൺട്രാക്ഷൻ അനലൈസ് ചെയ്തിട്ട് കോൺട്രാക്ഷനിൽ നിന്നാണ് നിങ്ങൾ എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കമ്പനികളിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാവുള്ളൂ. സോ ബേസിക്കലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ടോപ്പ് ക്വാളിറ്റി ഉള്ള എക്സെപ്ഷണൽ ഉള്ള H2 പെർഫോമൻസ് പ്രത്യേകമുള്ള കൂടുതലായിട്ടുള്ള കമ്പനികളിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ നമ്മൾ കഴിവതും പെട്ടുപോകാന്നുള്ള അവസ്ഥയെ നമുക്ക് തീർച്ചയായും മാറി നിൽക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം എന്നോട് ധാരാളം ആൾക്കാർ ഈ അടുത്താൾ ചോദിച്ചിട്ടുണ്ട്, ആവറേജ് ചെയ്യാൻ സമയമായോ എന്നുള്ളത്. ഇതൊന്നും ജനറൽ ആൻസർ പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് Q2 പെർഫോമൻസ് വളരെ വീക്കാണെങ്കിൽ എങ്ങനെ ആവറേജ് ചെയ്യാൻ പറ്റുക? വീക്കായിട്ടുള്ള സ്റ്റോക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പാറ്റേൺ കാണിച്ചാൽ മാത്രമേ ആവറേജ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സ്റ്റേബിൾ ആയിട്ടുള്ള പാറ്റേൺ സ്റ്റോക്ക് കാണിക്കണമെങ്കിൽ ഈ വരാൻ പോകുന്ന Q3 റിസൾട്ടിൽ സ്റ്റോക്ക് പെർഫോമൻസ് കാഴ്ചവെച്ചേ മതിയാകൂ. എങ്കിൽ മാത്രമേ ആവറേജ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു മീനിങ് ഫുൾ ആയിട്ട് റിസൾട്ട് കിട്ടാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ റിസൾട്ട് അനാലിസിസ് നിങ്ങളുടെ സ്റ്റോക്ക് പിക്കിൻ്റെ, നിങ്ങളുടെ ലൈഫിൻ്റെ, ട്രേഡിംഗ് ലൈഫിൻ്റെ പാർട്ടായിട്ട് കമ്പൾസറി ആയിട്ട് മാറ്റണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങളുടെ റിസൾട്ട് അനാലിസിസ് ബേസിക്കലി ബിസിനസ് അനാലിസിസ് ആണ് പഠിക്കേണ്ടത്. കാരണം കമ്പനികളുടെ ആ ബിസിനസ്സിനെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബിസിനസ്സിൻ്റെ മൈക്രോ എൻവയറമെൻറ്റ് സപ്പോർട്ടിനെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു പാർട്ട് ഡിലേ ചെയ്യാൻ പാടില്ല എന്നുള്ളത് എൻ്റെ ഒരു ഹംബിൾ സജഷനാണ്. കാരണം നിങ്ങളുടെ ആ ഒരു പാർട്ട് നിങ്ങൾ പഠിച്ചെടുക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ഹോൾ ട്രേഡിംഗ് ലൈഫിനെ മാറ്റിമറിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ എടുത്ത് പറയുന്നു, വോളറ്റിലിറ്റി വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പ്രൊവൈഡഡ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒക്കേഷണൽ പുൾ ബാക്സ് നമുക്ക് കാണാൻ പറ്റിയേക്കാം. ചില സ്റ്റോക്ക് കടവാൻ ഇറങ്ങിയ ശേഷം ഒരു 3-4 ദിവസം ട്രെൻഡ് ചെയ്തിട്ട് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും താഴെ വരാനുള്ള സാധ്യത എപ്പോഴും ഈ മാർക്കറ്റിലുണ്ട്. ബേസിക്കലി അങ്ങനത്തെ മാർക്കറ്റിൽ പറയുന്ന പേരാണ് സെൽ ഓൺ റൈസ്. ദാറ്റ് മീൻസ് സ്റ്റോക്ക് നല്ലോണം ഇറങ്ങിയ ശേഷം ഒരു 2-3 ദിവസം ട്രെൻഡിൽ പോലെ കാണിക്കുന്ന സമയത്ത് ആൾക്കാർ മേടിക്കുന്ന സമയത്ത് പ്രൈസ് കയറുന്നു. ആ സമയത്ത്
വീണ്ടും ആ സ്റ്റോക്കിനെ വിറ്റേച്ച്, അതായത് വലിയ വലിയ ആൾക്കാർ സ്റ്റോക്കിനെ വിറ്റേച്ച് വീണ്ടും സ്റ്റോക്ക് വീണ്ടും അതിൻ്റെ പഴയ ട്രെൻഡ്, ദാറ്റ് മീൻസ് താഴെ പോകുന്ന ട്രെൻഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു, വീണ്ടും താഴെ വരുന്നു, വീണ്ടും കയറുന്ന ട്രെൻഡ് കാണിക്കുന്നു, വീണ്ടും ആൾക്കാർ സ്റ്റോക്കിൽ കാശ് കൊടുക്കാൻ തയ്യാറാകുന്നു, സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറുന്നു. ആ സമയത്ത് വീണ്ടും വിൽപ്പന നടത്തിയിട്ട് വീണ്ടും സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോവർ ഹൈസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് സെൽ ഓൺ റൈസ് എന്ന മാർക്കറ്റിൽ വരാനുള്ള സാധ്യത. ഈ ഒരു സെൽ ഓൺ റൈസിൽ ആണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എനി കൗണ്ടർ ട്രെൻഡ്, ഇപ്പോഴത്തെ ട്രെൻഡ് ബെയറിഷ് ആണ്, അതിനെ കൗണ്ടർ ചെയ്യാനുള്ള എനി ബുള്ളിഷ് ട്രെൻഡ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബുള്ളിഷ് ട്രെൻഡിൽ കയറിയതിന് ശേഷം ഒരു ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതിനെ ഡിപ്പെൻഡ് ആയിരിക്കും അടുത്ത കമ്പനിയുടെ നല്ല അടുത്ത മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഹയർ ലോ ക്രിയേറ്റ് ചെയ്താൽ പോലും ഈ ലോയിൽ ക്യാൻഡിൽ ക്ലോസിംഗ് ബെസ്റ്റ് ആണോ, ആ ലോയിൽ കണ്ടമാനം വോളിയം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, ആ ലോ ഡെവലപ്പ് ചെയ്തതിന് ശേഷം മേ ബി എന്താ പറയേണ്ടത് ഒരു ബ്രേക്ക് ഔട്ട് കൊടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ശരിക്കും പറഞ്ഞാൽ മുന്നോട്ടുള്ള പ്രയാണം അതിന് അറ്റ് പ്രസൻറ്റ് മാർക്കറ്റ്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റിമുലസ് ഒന്നുമില്ല എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. സ്റ്റിമുലസ് വരണമെങ്കിൽ ഒന്നിലെ RBI ഇൻട്രസ്റ്റ് കുറയ്ക്കണം, അതിന് സാധ്യത കുറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താ പറയണ്ടേ, Q3 റിസൾട്ട് ബെസ്റ്റായിട്ട് വന്നാൽ സ്റ്റിമുലസ് ആയിട്ട് അതിന് ആക്ട് ചെയ്യാൻ പറ്റും. അത് ബെസ്റ്റായിട്ട് വരുമോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി പ്രവചനമില്ല. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. ഇനി Q3 റിസൾട്ട് മോശമായാലോ, നമ്മൾ ആ ഒരു പാർട്ട് കൂടെ നമ്മൾ കരുതിയിരിക്കണം. അതുകൊണ്ട് തന്നെ വരാമെന്ന Q3 റിസൾട്ട് വളരെ ക്രിട്ടിക്കലാണ് മാർക്കറ്റ് മൂവ്മെൻറ്റിനെ സംബന്ധിച്ച്. മാർക്കറ്റ് ഒരു ക്രിട്ടിക്കൽ ജംഗ്ഷനിൽ നിൽക്കുകയാണ്. ഈ ജംഗ്ഷനിൽ മാർക്കറ്റിനെ തിരിച്ചു മേലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഏറ്റവും വലിയ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഈ വരുന്ന Q3 റിസൾട്ട് ജാനുവരി ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് Q3 റിസൾട്ടാണ്. തീർച്ചയായും Q3 റിസൾട്ടിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നതിനെ കുറിച്ച്. അതുപോലെ വോളറ്റാലിറ്റി ഇതുപോലെ നിൽക്കുമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സോ ബി കെയർഫുൾ ആക്ച്വലി. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം.